എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തനി നാടൻ രീതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ട റോസ്റ്റാണ്. അധികം മസാലകളൊന്നും തന്നെ ഇല്ലാതെ വളരെ സ്വാദേറിയ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതിനായിട്ട് എടുക്കുന്ന സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു റോസ്റ്റിന്റെ രുചിയൊന്ന് അപാരമാകുന്നത്. എല്ലാ വീടുകളിലും എന്നും ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ഇനി ആർക്കും തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് നാടൻ മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നാടൻ കറി ആയതിനാൽ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ഏതെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടെ ചേർക്കണം. ആദ്യമേ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പെരിഞ്ജീരകം ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു 4 കറിയാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, 5 ഏലക്ക, ഈ ഒരു മസാലകൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മുരിയിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 6 സവാള നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ഒരു ചെറിയ സവാള എന്നതാണ് കണക്ക്. അങ്ങനെ നമ്മുടെ മസാലയും നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് സവാള ചേർക്കാം. ഇനി സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇന്ന് നമ്മൾ മൂടി വെച്ച് കൊടുക്കാതെ തന്നെയാണ് സവാള വഴറ്റിയെടുക്കാനും പോകുന്നത്. വഴറ്റുന്ന സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റി കൊടുക്കേണ്ടത്. റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നല്ല കളറും നല്ല രുചിയൊക്കെ കിട്ടുന്നതിനായിട്ട് സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്ക് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ മുട്ട റോസ്റ്റിനാകണം എന്നില്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു വിഭവത്തിനും ഇതുപോലെ തന്നെയാണ്. ഒരു 5 മിനിറ്റ് നേരം വഴറ്റിയെടുത്തപ്പോൾ നമ്മുടെ സവാളയുടെ കളർ ഇതുപോലൊന്നായി വന്നിട്ടുണ്ട്. ഒരു സമയത്ത് റോസ്റ്റിന് ആവശ്യമായ 6 താറാം മുട്ട കൂടെ ഞാനിവിടെ പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മേലെ ഇതുപോലൊന്ന് വരഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 10 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകുമാണ്. ഇത് രണ്ടും ചേർത്തൊന്ന് ചതച്ചുകൂടെ വെക്കണം. ഞാൻ ഈ റോസ്റ്റിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല. വഴറ്റുന്ന സവാള ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഈ റോസ്റ്റിന്റെ ഗ്രേവിയിലേക്കായിട്ട് ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം സവാളയിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു തരി പോലും കരിയാതെ വേണോട്ടോ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഇനി മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കണം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് തനി നാടൻ രീതിയിലായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് അധികം മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടണം. അതിനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കണം ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. പൊടികളൊക്കെ മൂത്ത് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയതിന് ശേഷം ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ട് അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു തക്കാളി കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഈ ഒരു റോസ്റ്റിന് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കാനും പോകുന്നത്. അങ്ങനെ മൂടി വെച്ച് തിളപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ ഗ്രേവിയിൽ അത്യാവശ്യം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൂടി വെച്ച ഗ്രേവി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേ ഒരു രീതിയിലേക്ക് നമ്മുടെ ഗ്രേവി മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള 1 നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു മുട്ടക്കറിയുടെ ഗ്രേവിക്ക് നല്ല സ്വാദൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുട്ട മുഴുവനും തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ഇതിന്റെ ഗ്രേവി എല്ലാം മുട്ടയുടെ ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും നമുക്ക് 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കാം. മുട്ടക്കറി
മുട്ടക്കറി എന്ന് പറയുമ്പോൾ ചാറോട് കൂടിയതായിരിക്കും, പക്ഷേ മുട്ട റോസ്റ്റ് ആണെങ്കിലോ ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും. അങ്ങനെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് 1 മിനിറ്റ് നേരം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. ഇതുവരെയും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഇനിയും നമ്മുടെ വീഡിയോ കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.